ഗവർണർ രാജേന്ദ്ര ലേക്കർ ദർബാർ ഹാളിലെത്തി വി.എസ്. അച്യുതാനന്ദന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇപ്പോൾ വ്യവസായി എം.എ. യൂസഫ് അലി ദർബാർ ഹാളിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹം പാർട്ടി നേതാക്കളുമായും അണികളുമായും ആശയവിനിമയം നടത്തുന്നു. അതിനുശേഷം പുഷ്പചക്രം അർപ്പിക്കുകയാണ്. സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നുമുള്ള പ്രമുഖർ, ഏറ്റവും സാധാരണക്കാർ തുടങ്ങിയ എല്ലാവരും ദർബാർ ഹാളിലേക്ക് അണമുറിയാതെ എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എല്ലാ കാലത്തും ആൾക്കൂട്ടങ്ങളുടെ നേതാവ് തന്നെയായിരുന്നു വി.എസ്. അച്യുതാനന്ദൻ. ഒറ്റയ്ക്കു നിന്നാലും പിന്നിലൊരു ആൾക്കൂട്ടം സ്വയമായി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന കാലഘട്ടത്തിൻ്റെ നേതാവായിരുന്നു അദ്ദേഹം. പക്ഷേ വളരെ തത്വാധിഷ്ഠിതമായ നിലപാടുകൾ കൂടിയായിരുന്നു ആൾക്കൂട്ടങ്ങളെ സൃഷ്ടിച്ചിരുന്നത് എന്നത് സംബന്ധിച്ച ഒരു തർക്കവുമില്ല. അത്രമേൽ ആൾക്കൂട്ടമില്ലെങ്കിലും, അത്രമേൽ ആരവങ്ങളില്ല എങ്കിലും നിലപാടുകൾക്ക് ആൾക്കൂട്ടങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് ജീവിതം കൊണ്ടും രാഷ്ട്രീയം കൊണ്ടും തെളിയിച്ച നേതാവ് കൂടിയാണ് വി.എസ്. അച്യുതാനന്ദൻ. ആശയപരമായ സംഘർഷങ്ങളുടെ കാലത്തിലൂടെ അദ്ദേഹം കടന്നുപോയി. പാർട്ടിയിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട്. പാർട്ടി അണികൾക്ക് ഔദ്യോഗികമായ തീരുമാനങ്ങൾക്കപ്പുറത്തേക്ക് വി.എസിനെ പിന്തുണയ്ക്കുകയോ പിന്തുണയ്ക്കാതിരിക്കുകയോ ചെയ്യുക എന്ന് പറയുന്ന ആശയ സംഘർഷങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം വി.എസ്. ഉയർത്തിപ്പിടിച്ചത് നിലപാടുകൾ തന്നെയാണ്. തൻ്റെ നിലപാടുകളെ എല്ലാ കാലത്തും ആർജവത്തോടെ അംഗീകരിക്കാനും, അത് ഇപ്പോഴും തൻ്റെ നിലപാടാണ്, അന്ന് അങ്ങനെ ചെയ്യേണ്ടി വന്നുവെങ്കിലും അത് പലപ്പോഴും പലതരത്തിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്നിരുന്നാൽ പോലും അതിൽ തനിക്കൊരു നിലപാടുണ്ട്, അതിപ്പോഴും തുടരുന്നു എന്ന് തുറന്നു പറയാനും വി.എസിന് സാധിച്ചിട്ടുണ്ട്. പോളിറ്റ് ബ്യൂറോയിലേക്ക് മടങ്ങിപ്പോക്കില്ലാത്തതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അന്നതങ്ങനെ സംഭവിച്ചു, ശരിയാണ്. നമുക്കറിയാവുന്നതാണ്, ഇപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നത് CPIM രൂപീകരിച്ച നേതാക്കളിൽ ശേഷിക്കുന്ന ഒരേ ഒരാൾ, പാർട്ടിയുടെ തന്നെ ഇത്രയധികം മുതിർന്ന ഒരു അംഗത്വം ഇന്ത്യയിൽ മറ്റവശേഷിക്കാതിരുന്ന കാലത്തും അദ്ദേഹത്തിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗത്വം എത്ര പ്രധാനമായിരുന്നു. അനിതര സാധാരണമായ പാർട്ടി നടപടിയിലൂടെയാണ് അദ്ദേഹം PBയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. പക്ഷേ അപ്പോഴെല്ലാം കൊടുക്കേണ്ടി വന്ന വില എത്ര വലുതാണ് എന്ന് സ്വയം തിരിച്ചറിയുമ്പോഴും അദ്ദേഹത്തിന് അതിന് ന്യായമുണ്ടായിരുന്നു, സ്ഥൈര്യമുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനം.